ഈ കാണുന്നത് കീഴ്ത്തള്ളിയിലെ ഒരു ഉള്ളു റോഡാണ്. അതായത് കീഴ്ത്തള്ളി ഹൈവേൻ്റെ അകത്ത് റെസിഡൻസ് അസോസിയേഷനുകളിലേക്ക് പോകുന്ന ഒരു റോഡാണ്. പലതരത്തിലുള്ള ആളുകളെ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ മൗണ്ടൻ ഈ ഒരു വാർത്ത കീഴ്ത്തള്ളി റോഡിലൂടെ നടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാർത്ത നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനും ഉപഭോക്തൃ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ആർട്ടിസ്റ്റ് ശശികല ഈ ഒരു വാർത്ത കാണാനിടയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇന്ന് ഈ ഒരു സ്ഥലം വന്ന് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ സന്ദർശിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. അച്ചാറ്, മീൻകറി, സ്നഗി എല്ലാം ഇത് റോഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് ഇതിനെന്തെങ്കിലും പോം വഴി ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ശശിയേട്ട, കണ്ണൂർ മൗണ്ടൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിട്ടാണ് കീഴ്ത്തള്ളി റോഡിലൂടെ നടക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇവിടെ സ്നഗി അതുപോലെ പല സാധനങ്ങൾ ആളുകൾ ദൂരത്തു നിന്നൊക്കെ ഇവിടെ വന്ന് വലിച്ചെറിയണം. അപ്പോൾ അടുത്ത വീടുകളിലേക്ക്, അതായത് എൻ്റെ വീട്ടിൽ തന്നെ 2 വലിയ കവറിൽ സ്നഗി കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത നിങ്ങൾ കാണാനിടയുണ്ടായി. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് കാണുന്ന ദൃശ്യം എന്താണ്? തീർച്ചയായും ഞാൻ ഈ വാർത്ത മൗണ്ടൻ ചാനലിൽ വന്ന ഈ വാർത്തയാണ് ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കണം എനിക്ക് തോന്നിയത്. ഇത് ഇവിടെ കീഴ്ത്തള്ളി മാത്രമല്ല, നാട്ടിലുടനീളം നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു മനസ്സ് അക്ഷി ആ രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അത് കൊണ്ട് തന്നെ ഇന്നിപ്പം കീഴ്ത്തള്ളിയുടെ ഈ വിഷയം കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തുള്ളത്. ഞാൻ കാണുമ്പോൾ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നതിൻ്റെ മാലിന്യത്തെ കൂമ്പാരത്തെ നടുക്കാണ്. ആലോചിക്കണം, മദ്യക്കുപ്പികളാണ് ഇവിടെ ഒരു ഭാഗത്ത് നിക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്നഗ്ഗി പോലെയുള്ള, അതായത് നമ്മൾ വേസ്റ്റ് എന്തുണ്ടോ അതും എല്ലാം തന്നെ ഇവിടെ ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായി മാറിയിരിക്കുന്നു. പൊളിഞ്ഞ് TV പോലും ഇവിടെ വഴിയോരത്തിട്ടിരിക്കുകയാണ്. ഞാനൊരു മതിലിൻ്റെ പുറത്താണ് നിൽക്കുന്നത്, മതിലിൻ്റെ പുറത്ത് റോഡ് സൈഡിൽ. ഈ മതിലിൻ്റെ അകത്ത് എത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് അതിലും ഭീകരമായ അവസ്ഥയാണ്. അതൊരു പക്ഷേ നമുക്ക് ക്യാമറയ്ക്ക് ദൃശ്യത്തിലത് പെടാൻ സാധ്യമല്ല. അപ്പോൾ വിജനമായ സ്ഥലങ്ങൾ എവിടെയുണ്ടോ അത് കംപ്ലീറ്റ് തന്നെ ജനങ്ങളത് യൂട്ടിലൈസ് എന്താ പറയണ്ടത്, ഏത് രീതിയിൽ അത് ഉപയോഗപ്രദമാക്കുകയാണ്. അതിൻ്റെ നന്മയിലല്ല അത് ഉപയോഗപ്രദമാക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ പറയാം, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന അവരെന്ന് സുഖത്തിനായി വരണം. ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. നമ്മുടെ ആ സുഖത്തിന് നമ്മൾ ചെയ്യുന്നത് മറ്റൊരു അപകടമായി മാറുകയാണ്. ഈ രീതിയിലേക്കാണ് നമ്മുടെ ചിന്താഗതികൾ മനുഷ്യൻ മാറ്റിവെക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ഈ ബോധം വരിക? നമുക്കറിയാം, ഇന്ന് നാടെങ്ങും പകർച്ചവ്യാധികൾ, പക്ഷിപ്പനികൾ ഉൾപ്പെടെ കടന്നു വരുന്ന ഒരു അവസ്ഥയിൽ ഈ രീതിയിലേക്കുള്ള വേസ്റ്റ് മാലിന്യത്തിൽ നിന്ന് എന്താ പറയണ്ടേ ഉത്ഭവിക്കുന്ന വിഷവസ്തുക്കൾ അല്ലെങ്കിൽ രോഗാണുക്കൾ നമ്മുടെ ഈ ഭാഗത്തുള്ള നമുക്ക് തന്നെ തിരിച്ച് മലർന്ന് കിടന്ന് തുപ്പിയാൽ നമ്മുടെ മേത്ത് തന്നെ വീഴുമെന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ദിവസം ചെയ്യുന്ന തെറ്റ്. ഈ തെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബോധം ഉണ്ടാവണം. നമുക്കറിയാം, ഇവിടെ ഒരു കൗൺസിലറുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാവരും പൊതുവഴിയാണ്. എല്ലാവരും മൂക്കുപത്തി നടക്കുമല്ലാതെ ഇതിനെ ഇറങ്ങിത്തിരിക്കാൻ മൗണ്ടൻ ചാനൽ പോലെയുള്ള ആളുകൾ ജനശ്രദ്ധയിൽപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട കണ്ണു തുറപ്പിക്കാൻ മൗണ്ടൻ ചാനൽ പോലുള്ള ചാനലുകൾ അത് മുന്നോട്ട് വന്നതുകൊണ്ട് അഭിനന്ദനർഹമാണ് തികച്ചും ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കണ്ണു തുറപ്പിക്കണമെങ്കിൽ നമുക്ക് വാർത്തകളാണ്. നമ്മളെല്ലാം ഇന്ന് വിരൽത്തുമ്പിലാണ്. നമുക്ക് മൊബൈൽ ഓപ്പൺ ആയാൽ നമുക്ക് എല്ലാ വാർത്തകളും ലോകം മുഴുവൻ നമ്മളെ കയ്യിൽ തുമ്പിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ അതേതിലുള്ള വാർത്തകൾ ഇവിടെ എഫക്റ്റീവ് ആകും എന്നുള്ളതാണ് ഇന്നിവിടെ ഞാൻ എനക്കും അഫക്റ്റീവ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ സ്ഥലം സന്ദർശിക്കുന്നത്. ഇവിടെ ഞാൻ കാണുന്നത് ദയനീയമായ അവസ്ഥയാണ്. എത്ര ഉദ്യോഗസ്ഥകൾ, എത്ര സാധാരണ തൊഴിലാളികൾ, എത്ര വിദ്യാർത്ഥികൾ ഇതുവഴി കടന്നു പോകുന്നു. എല്ലാവരും തന്നെ അവരുടെ സ്വാർത്ഥ മൂക്കുപത്തി എല്ലാവരും കടന്നു പോകും. പക്ഷേ മുന്നോട്ടിറങ്ങണം. റെസിഡൻസ് സോഷനുകളുണ്ട്, എന്തുകൊണ്ട് എല്ലാവരെയും വിളിച്ച് ചേർത്തുകൂടാ? ഇനി പുറത്തുനിന്ന് മാലിന്യം തട്ടണമെങ്കിൽ ക്യാമറ വെക്കാൻ ഉത്തരവാദപ്പെട്ട് തയ്യാറാവണം. എന്നിട്ട് വേണം ജനങ്ങൾ അതിനെ നേരിടാൻ വേണ്ടി. നമ്മളെ ഒറ്റക്കെട്ട് നിങ്ങൾ അവിടെ വ്യത്യസ്തതയില്ല, ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള സ്വയം സമൂഹത്തിന് വേണ്ടി എന്നുള്ള നാം ഒരു വ്യക്തി നന്നായാൽ ഒരു സമൂഹം നന്നാവും, ഒരു സമൂഹം നന്നാൽ അവൻ്റെ വീട് നന്നാവും. ആ രീതിയിലേക്കാണ് നമ്മുടെ മനുഷ്യൻ്റെ ചിന്തകളിലേക്ക് പോകേണ്ടത്. ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു റെസിഡൻസ് സെഷനുള്ള ഈ ഒരു ഏരിയയിൽ എല്ലാവരും ഒത്തുകൂടുകയും അതിനെതിരെ ശക്തമായി പോരാടുകയും അത് കൗൺസിലെ ബോധ്യപ്പെടുത്തുകയും അത് ഉത്തരവാദിത്തപ്പെട്ട് ശ്രദ്ധപ്പെടുത്തുകയും ഒരു രക്ഷയുമില്ലെങ്കിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ക്യാമറയിലൂടെ വെച്ച് അവരെ കണ്ടുപിടിക്കുക, അവരെ കൃത്യം കണ്ടുപിടിച്ച് അവരെ നടപടിക്കുക. ഒരു വ്യക്തി, ഒറ്റൊരാൾ, ഞാൻ ഇവിടെ ആയിരക്കണക്കിന് ആൾ ചാടുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കിട്ടിയാൽ മതി, ബാക്കി എല്ലാവർക്കും ഒരു മാതൃകയെ മാറാം. നമുക്കറിയാം, ഇന്ന് ഹൈക്കോടതി നിയമങ്ങളുണ്ട്. നമ്മുടെ വേസ്റ്റ് സാധനങ്ങൾ ആരെൻ്റെ പറമ്പിൽ ചാടാൻ പാടില്ല, വടിയെടുത്ത് ഇടാൻ പാടില്ല, ഇട്ടെങ്കിൽ അവരിൽ നിന്ന് പിഴ ഈടാക്കി അവനെ കൽത്തുറങ്ങിൽ അടക്കാൻ പോലുള്ള നിയമങ്ങളിലേക്ക് പോകുന്ന കാലത്ത് ഇവിടെയുള്ള കൗൺസിലർമാരോ അല്ലെങ്കിൽ റിസർച്ച് ട്രസ്റ്റിൻ്റെ ആളുകളോ ഉണർന്ന് പ്രവർത്തിക്കണം എനിക്ക് പറയാനുള്ളത്.